വിശദമായ വാർത്തകളിലേക്ക്. ഭിന്നശേഷിക്കാരനായ 10 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ പ്രതിക്ക് 33 കൊല്ലം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ഉഴഞ്ഞുകടവ് സ്വദേശി 55 വയസ്സുള്ള സതീശനെയാണ് തൃശൂർ 1-ാം ഡിവിഷണൽ ജില്ലാ ജഡ്ജ് പി.എൻ. വിനോദ് ശിക്ഷിച്ചത്. 2021 ഡിസംബർ 29-നാണ് കേസിനാസ്പദമായ സംഭവം. കുട്ടിയുടെ വീട്ടിൽ മാതാപിതാക്കൾ ഇല്ലാതിരുന്ന സമയത്തായിരുന്നു പീഡനം. തറവാട്ട് വീട്ടിലേക്ക് റോഡിലൂടെ നടന്നുപോയിരുന്ന കുട്ടിയെ സ്നേഹത്തോടെ വിളിച്ച് തൊട്ടടുത്ത കുറ്റിച്ചെടികൾക്കിടയിൽ തടഞ്ഞുവെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിവന്ന പരിസരവാസികളായ സ്ത്രീകൾ സംഭവം നേരിൽ കണ്ട് ബഹളം വെച്ചപ്പോൾ ചെത്തുകാരനായ പ്രതി അരയിലെ ചേറ്റുകത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി സ്ഥലത്തുനിന്നു രക്ഷപ്പെട്ടു. അവശനിലയിലായിരുന്ന കുഞ്ഞിനെ ആശുപത്രിയിലാക്കുകയും തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. വിദഗ്ധരുടെ സഹായത്തോടെയായിരുന്നു കുഞ്ഞിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. കുഞ്ഞിന് തന്റെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടിനാൽ പല കാര്യങ്ങളും കോടതിയിൽ വിവരിക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ വിചാരണ വേളയിൽ പ്രതിയെ ചൂണ്ടിക്കൊണ്ട് തന്നെ പരസ്യമായി ഉപദ്രവിച്ചെന്നും നാണം കെടുത്തിയെന്നും കുഞ്ഞ് കോടതിയോട് പറഞ്ഞു. ഈ സാഹചര്യത്തിലും സംഭവം കണ്ട ദൃക്സാക്ഷികളുടെ മൊഴികളും കേസിൽ നിർണായകമായി. പ്രോസിക്യൂഷന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ജാമ്യം അനുവദിക്കാതെ വിചാരണ തടവുകാരനായാണ് പ്രതി വിചാരണ പൂർത്തിയാക്കിയത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു കോടതിയിൽ ഹാജരായി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.